എൻ്റെ അമ്മിനി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു യൂട്യൂബ് ബ്ലോഗാണ്. എല്ലാവരും എൻ്റെ അമ്മിനി ബ്ലോഗ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അമർത്തണം. അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് NSS ക്യാമ്പിലെ കൾച്ചറൽ ആർട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് കൾച്ചറൽ ആർട്സ് കാണാം. കുറച്ച് കുട്ടികളുടെ ഡാൻസ് പാട്ടുമൊക്കെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അയൽക്കൂട്ടം ചേച്ചിമാരുടെ ഒപ്പന വരെ അതിലുണ്ടാകും. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അനുഗ്രഹിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചാലും പറയാ, ഉമ്മാമ്മ ഇത് കൾച്ചറൽ ആർട്സാ, കൾച്ചറൽ. ഞാൻ ചോദിച്ചു ഇതെന്താ കൾച്ചറൽ ആർട്സാ പിള്ളങ്ങളെ? പിള്ളേരുണ്ടോ പറയുന്നേ? ഇവർ ഇംഗ്ലീഷിൽ എന്തോ പറയുന്നേ കൾച്ചറൽ ആർട്സാന്ന്, NSS ആണ്, ഊണിച്ചാണ്. बारिश का बोसा है, कोसा है, कोसा है, बारिशों का बोसा है. चल 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 बहता चल. नारे 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 അപ്പുറത്തെ സ്കൂളിൽ നിന്ന് പെണ്ണുങ്ങൾ പഠിപ്പിക്കാല്ലേ, മാതൃക അധ്യാപിക എന്നൊരു എന്നാ കാണോളാം. സീരിയൽ ഓർമ്മ അങ്ങ് തോറ്റു. എന്റെ സാരി കണ്ട, എന്റെ സാരി കണ്ട, എന്റെ സാരിയുടെ കളർ കണ്ട, എന്റെ മാല കണ്ട, എന്റെ മാല കണ്ട, എന്റെ മാല കണ്ട, എന്റെ മാലയുടെ തിളക്കം കണ്ട, എന്റെ പുതിയ സാരി, എന്റെ പുതിയ മാല. യുനോ ഇതൊക്കെ പുതിയതാണ്. 10,000 രൂപയാണ് ഈ സാരിയുടെ വില, 6,000 രൂപയാണ് ഈ മാലയുടെ വില. എനിക്കറിയാം, ഞാനൊരു മാതൃക അധ്യാപികയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ആരെയും പഠിപ്പിക്കണ്ട, ആരെയും പഠിപ്പിക്കണ്ട. എന്നാലും ഞാൻ പഠിപ്പിക്കുകയാണ്, ആരെയും പഠിപ്പിക്കണ്ട. നമ്മളിത് പഠിക്കാൻ പോകുന്നത് പറ എന്ന് എങ്ങനെയാണ് എഴുതുന്നത്. ഇനി അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് എഴുതുന്നത്? PARA, പറ. PARA, പറ. നിരി, what is this? എന്താണ് ചെയ്യുന്നത് അവിടെ? Stand up. ഇത് വായിച്ചേ. PARA. ഒരു മാതൃക അധ്യാപികയുടെ ക്ലാസ്സിലായിരിക്കുന്ന ഓർമ്മ വേണ്ടെങ്കിൽ ഇത് ഇസ്ലാം. ഞാൻ മീനും വാങ്ങി വരുമ്പോണ്ട് മഹിളാ സമാജം പ്രസിഡന്റ് ഇല്ലേ, അപ്പുറത്തെ അമ്മണി ഓളെ പറയുന്ന മെച്ചത്തൂടെ മീൻ വാങ്ങാൻ പോയിന്. തിരിച്ചു വരുമ്പോ എൻ്റെ അമ്മളെ ഓളെ ഭർത്താവ് എന്തോ ഷെയ്ക്കുണ്ടാക്കുന്ന കഥയാ ഒക്കെ പറയേ. ഓളാരാ, ഓളൊരു പാങ്ങ് കാണണം. നമ്മളെ ഒലക്കേമല കൊറോണ കാരണം കുടുംബശ്രീയില്ല, ഒരു തേങ്ങയില്ല. പാരിതോഷിണം പറയണ്ട, എനക്കാണെ തലക്ക് പെരാന്ത് പിടിക്കുന്നത്. പാറപ്പുറത്തെങ്ങാണ്ടോ പോയിട്ട് എന്തെങ്ങാണ്ടോ വിളിച്ച് പറഞ്ഞില്ലേ, അതുപോലെ അങ്ങ് വിളിച്ച് പറയേണ്ടി വരും. എന്നാലും വേണ്ടി എത്രയാന്ന് വെച്ചാ ഈ ഫോണൊക്കെ നോക്കി കുത്തിരിക്കുക. ഈ സ്റ്റാറ്റസ് കണ്ട് കണ്ട് ഞാൻ മടുത്ത്. അല്ല, ഇവളെ പോലെയല്ല എന്താ കുക്കരി ചോങ്ങ നടത്തുന്നുണ്ടാ. മെഞ്ഞാന്ന് കണ്ടിക്ക് ചക്കക്കുരുന്റെ ഷേക്ക്, ഇന്നലെ കണ്ടിക്ക് മാങ്ങാടിയുടെ ജ്യൂസ്, ഇന്നെന്ത് തേങ്ങയാളി ഉണ്ടാക്കിയേ? ടിങ്കോൾഫി കോഫിയാ? ആന്ത് കോഫിയാ? ഇങ്ങോട്ട് നോക്കി നീ. കോഫി നമ്മളെ മറ്റോൾ ഉണ്ടാക്കിയതാ, ഈ ഓളില്ലേ. ഓ
പറഞ്ഞേ തെറ്റിപ്പോയതാ. ഇങ്ങള് വലിയ വിവരമുള്ളൊരു മനുഷ്യൻ. ഹായ് ഹലോ വെൽക്കം, ഇറ്റ്സ് ഡംനി. വെൽക്കം ടു ഡംനീസ് കിച്ചൺ. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം കാണും അല്ലേ ഇന്ന് എൻ്റെ കൂടെ ആരാണ് ഷെഫായി എത്തിയിരിക്കുന്നത്? അത് മറ്റാരുമല്ല, ലോകപ്രശസ്ത ബ്രിട്ടീഷ് ഷെഫായ ഗോർഡൻ റാംസിയുടെ പ്രിയ ശിഷ്യയായ സരസമ്മയാണ്. അപ്പം നമുക്ക് അധികം വൈകാതെ വീഡിയോ. ഹായ് മാം, വെൽക്കം ടു റമീസ് കിച്ചൺ. താങ്ക് യു. ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ എൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി? ഓഫ് കോഴ്സ് മാം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി. മോദിജി, ഞാൻ ഓർക്കുന്നു, ഇന്നലെ അദ്ദേഹം വിളിച്ചപ്പോ ഒന്ന് സൂചിപ്പിച്ചിരുന്നു ഇതിനെ പറ്റി. ഹേ രാം, അദ്ദേഹം പറഞ്ഞ എനിക്ക് എങ്ങനെ വേണ്ടെന്ന് വെക്കാൻ. ദെൻ ഓക്കെ മാം, നമുക്ക് നമ്മുടെ ഡിഷിലേക്ക് കടക്കാം. Okay. എന്നെ പോലെ തന്നെ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് മാം ഇന്ന് അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്, Yeah. എന്താണ് അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിലേക്കാണ് ഒരു ഔട്ട്ലൈൻ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ. ഓക്കെ, ഷുവർ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജാപ്പനീസ് ഡിഷ് ആണ്. ജാപ്പനീസ് ഡിഷ്? യെസ്, ജാപ്പനീസ് ഡിഷ്. ഓയോ എന്നാണ് അതിന്റെ പേര്. ഓയോ. വെറൈറ്റി ഫീൽ ചെയ്യുന്നത്. ഇതെന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാല് എന്റെ രാമേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡിഷാണ്. യെസ്, ബ്രിട്ടീഷ് ഷെഫ് ഗോർഡൻ റാംസി, യു നോ ഹിം? ഓ മാമിന്റെ സാർ. യെസ്, ഹി ഈസ്. നിങ്ങൾ കേൾക്കുന്നില്ല, മാമിന്റെ സാറിന് പ്രിയപ്പെട്ട ഡിഷാണ് നമുക്ക് വേണ്ടി മാം ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊരു യുണീക് ആൻഡ് വാക്കുകളില്ല മാം, ഞാനും പ്രേക്ഷകരെ പോലെ എക്സൈറ്റ്മെന്റിലാണ്. എന്താണ് മാം ആൻഡ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, രാമേട്ടൻ എപ്പോഴും പറയും യു ആർ വെരി യൂണിക് ആൻഡ് ടാലന്റഡ്, ആൻഡ് ഐ നോ ഐ എം വെരി യൂണിക് ആൻഡ്. ഓക്കെ ദെൻ മാം, നമ്മുടെ ഇൻഗ്രീഡിയൻസിനെ പറ്റി പ്രേക്ഷകർക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് വഴിയെ പോവാലോ. എല്ലാത്തിനും ഒരു യുണീക്നെസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്റെ. ഓക്കെ, നമുക്ക് ഈ ഒരു ഡിഷ് ചെയ്യാൻ വേണ്ടത് 2 ഇൻഗ്രീഡിയൻസ് ആണ്. ബിക്കോസ് ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് വളരെ ടഫ് ആൻഡ് ഡിഫിക്കൽട്ട് ആണ്. സോ ഈ ഇൻഗ്രീഡിയൻസ് ഇതിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഡിഷ് സക്സസ്ഫുൾ ആയി ചെയ്യാൻ കഴിയില്ല. സോ ആദ്യം എന്ന് പറയുന്നത് ഈ ഒരു പാൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി പ്രഷ്യസ്, യു നോ. എന്റെ കയ്യിൽ നിന്ന് ഈ ഒരു പാൻ കുറച്ച് മുന്നേ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഡിഷും കുറച്ച് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ ഈ പാൻ ഞാൻ വീണ്ടും വാങ്ങിയതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്. അപ്പൊ മാം പറഞ്ഞു വരുന്നത് ഈ പാൻ ആണ് മാമിന്റെ ഡിഷിന്റെ എല്ലാം പിറകിലെ ഒരു സീക്രറ്റ്. അപ്പോ പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നില്ല, ഈ പാൻ ആണ് മാമിന്റെ എല്ലാ ഡിഷിന്റെയും പിറകിൽ. അപ്പൊ നിങ്ങളും ഇതിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാം, ഇത് എവിടെ നിന്നാ വാങ്ങിയതെന്ന് പറഞ്ഞാൽ? ഗുഡ് ക്വസ്റ്റ്യൻ. ഞാനിത് ജപ്പാനിൽ നിന്നാണ് വാങ്ങിയത്. ഒരു മീറ്റിംഗിന് പോയപ്പോഴാണ് ഞാൻ ഇത് വീണ്ടും വാങ്ങിയത്. ആൻഡ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. നോട്ട് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അപ്പൊ മാം, നമ്മുടെ പ്രേക്ഷകർ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും? ഐ തിങ്ക് ആമസോണിൽ ഇത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഓ, ആമസോണിൽ. യെസ്, ആമസോൺ ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പൊ നിങ്ങൾ എന്നാലും സാരമില്ല, ആമസോണിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഇത് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യമാണ്. പരമാവധി ഇതിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റൗ ആണ്. സ്റ്റൗ. യെസ്, ഇറ്റ്സ് വെരി പ്രഷ്യസ് ആൻഡ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി എക്സ്പെൻസീവ്. ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല, ഇത് ജപ്പാനിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ഡിഷ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റൗ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ജപ്പാനിലുള്ളവർക്ക് ഇതൊരു ഓഫറാണ്. ഇത് വാങ്ങിയാൽ നിങ്ങൾക്ക് മാമിന്റെ യുണീക് ഡിഷ് കൃത്യതയോടെ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇന്നത്തെ ഡിഷ് എങ്ങനെയാണ് പാകം ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഒരു പാൻ എടുത്ത് ഈ സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. യൂണിക് പാൻ. യെസ്, യൂണിക് പാൻ, യൂണിക് സ്റ്റൗ ആൻഡ് മൈ യൂണിക് ലൈറ്റർ. ഓക്കെ, കുറച്ച് സമയത്തേക്ക് നമ്മൾ ഈ പാൻ ചൂടാക്കണം. ഓക്കെ, ദെൻ യെസ്, പാൻ ചൂടായിരിക്കുന്നു. ദെൻ നമുക്ക് ഇതിൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ടത് മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ്. ദാറ്റ് ഇസ് എ കപ്പ് ഓഫ് വാട്ടർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ്. അപ്പോൾ പ്രേക്ഷകരെ, മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് വരുന്നത് ഒരു കപ്പ് ഓഫ് വാട്ടർ ആണ്. കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ദെൻ ഓക്കെ, ഇനി ഇത് കുറച്ച് സമയം ചൂടാക്കണം. യു നോ. യാ, അല്ല മാം, നമ്മൾ ഇത് എങ്ങനെ പാകമായെന്ന് മനസ്സിലാക്കും? യാ, ഷീ ഈസ് റൈറ്റ്. ഇത് പാകമായെന്ന് നമുക്ക് എങ്ങനെ തിരിയുമെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ കുളു 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 എന്നിങ്ങനെ കുളു. ദെൻ ഓക്കെ, യെസ്, ഇത് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്നും എടുത്ത് വെക്കാം. ദെൻ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ ഓക്കെ മാം, ഡിഷ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. മാം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിരിക്കുകയാണ്. വാവ്, വെരി ടേസ്റ്റി. പ്രേക്ഷകരെ, നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്യണം. ഇറ്റ്സ് വെരി ഓസം ആൻഡ് ടേസ്റ്റി. ആൻഡ് ഇതിന് വളരെ മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ സംഘടിപ്പിക്കുക, ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യുക, ഒരിക്കലും ഇത് വിട്ടുകളയരുത്. ഓക്കെ, അപ്പം നമ്മുടെ മാമിന്റെ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നാളെ മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു ഗസ്റ്റുമായി ഞാൻ എത്തിയിരിക്കും. അതുവരെ ബൈ ബൈ.
ഇവിടെ ഉണ്ടോ ഒരു മനുഷ്യൻ കുത്തിയിരിക്കണ്, അപ്പുറത്തെ വീട്ടിലെ സുധാകരേട്ടനങ്ങ പറഞ്ഞിരിക്കണ് ടിക്ടോക്കിൽ എന്തോ കുളിസീനുണ്ടെന്ന്, അതും പറഞ്ഞോണ്ട് ടിക്ടോക്ക് ഇൻസ്റ്റാൾ ആക്കാൻ നടക്കുക ഈ വിവരമുള്ള മനുഷ്യൻ. പറഞ്ഞ ശരിയാടേ, ഓള് പറഞ്ഞ കണക്കന്നെ പിള്ളേരെന്തെല്ലാം കളിച്ചു വിടുന്നേ. ഒരുത്തർ അങ്ങോട്ട് പായുമ്പോ ഇപ്പഴത്തെ ഇങ്ങോട്ട് പായുന്നവനക്ക് എല്ലാം ബാൻ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. പിള്ളേർ പിന്നെയും ടിക്ടോക്ക് ഇതെല്ലാം പറയണ്ടേ. ഒരുത്തന്നെ മുടി ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്തെന്നാണ് എനിക്ക് എനിക്കില്ല. വേറൊരുത്തൻ പാട്ട് പാടുന്നത്, ഒരുത്തൻ പെണ്ണിനെ വളർത്താൻ നോക്കുക ടിക്ടോക്ക് കൂടെ. ചായക്കടയിൽ എന്തുണ്ടു തിന്നാൻ, ഉച്ചക്കത്തെ ചോറും ചാറും ഉരുട്ടി പൊരിച്ചോരു കിടിലൻ ബോണ്ട തരാം. സംഘപോലൊരു ബോണ്ട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു ബോണ്ടക്കകത്തുള്ള പുഴുക്കളങ്ങനെ കളികളായി ചിരികളായി വിളികളായി. ഒരു ചായ കിട്ടുമോ? പാലില്ല. പാൽ ഇറ്റ്സ് ഓക്കേ, എനിക്ക് ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ. ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ. ഹോ എന്താണ്? ഒന്നേ ഇരിക്കൂ, അവിടെ ഇരിക്കൂ പ്ലീസ്. നോക്കൂ മിസ്റ്റർ, എന്താ കുഴപ്പമൊന്നുമില്ല, നോട്ടറി കുഴപ്പമൊന്നുമില്ല. അതല്ല ഞാൻ പറയുന്നത് കേൾക്കാൻ. എന്നാ കേക്കാൻ പറയണ്ട, നോക്കാൻ പറഞ്ഞിട്ട് കേക്കാൻ പറയണല്ലോ എന്നെ അർത്ഥമുള്ളൂ. എന്താ പേര്? സുഗന്ധി. അതാ നല്ല മണം. ഇതൊക്കെ ഒരു നിമിത്തമാണ് സുഗന്ധി, ഞാനിവിടെ വരാനും സുഗന്ധിയെ കാണാനും. ഇനി ഏതായാലും സുഗന്ധി നീരാട്ട് കഴിഞ്ഞു പോയാ മതി. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ എന്നെയും എന്റെ വീട്ടുകാരെയും പച്ചക്കറി വിളിച്ചാൽ അവിടെ മോശമായി പോയല്ലോ എന്ന് തോന്നേണ്ടത് എനിക്കല്ല, നിങ്ങൾക്കാണ്. എങ്ങനെങ്കിലും മാനേജ് ചെയ്തോളാം. ഇയാള് ഞാൻ പറഞ്ഞ കാര്യത്തിന് ഉത്തരം പറ. ഗീതു, ഞാൻ പറഞ്ഞില്ലേ? ഇയാൾ ഇങ്ങനെ പറയുന്ന എനിക്കറിയാം. അതല്ലേ സഖാവി, സഖാവിനോട് എനിക്ക് ഇത്ര ഇഷ്ടം, പെരുത്തു കയറുന്നത്. ടിക്ടോക്കെല്ലാം കണ്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കുമ്പോ കാണുന്ന പെൺപിള്ളേരെല്ലാം പറന്ന് പോയി ഡാൻസ് കളിക്കുക. കാമ്പന് അയച്ചു കൊടുക്കണമല്ലോ, ഇതെന്ത് ചെയ്യുമ്പോ നിനക്ക് തിരിഞ്ഞിട്ടില്ലേ മനെ. എല്ലാ പെണ്ണുങ്ങളുണ്ട്, ഉള്ള പെൺപിള്ളേരെല്ലാം പുഴയിലാണ്. ഒരു പിറ്റടിക്കാൻ പറഞ്ഞാൽ അടിക്കാത്ത പെൺപിള്ളേർ കണ്ടത്ത് പോയിട്ട് മാങ്ങ പറി ചെറുക്കത്ത് എന്നാ കളിക്കുക. എനക്കൊന്നും കണ്ടിട്ട് മതിയാന്നില്ല, ഇതെന്ത് കളിക്കുക പെൺപിള്ളേർ. मामला है रिस्की, चांद का टुकड़ा है चेहरा पर बंद रखती प्यार की खिड़की। ओ मेरी मिर्ची रुको ना, मिस यू मिस से तुमको मिसेस बनाना है। तुम सिर्फ बैठ के ध्यान दो, मुझको किचन में डिशेस बनाना है। नदी में बहुत से फिशेस है, तुम फिश नहीं तो फिशिंग नहीं जाना है। प्यार के मिशन पे आया था हार या जीत, ये लड़का दीवाना है। चलना तू बॉम्बे, अम्मा से मिलाना है, हाथ से खिलाना है। चलना तू बॉम्बे, खाना बना के फिर चालू ना अपना। मिर्ची 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 नजर तिरछी, शक्ल फिरनी, हरकतें फिल्मी, गर्ल डू यू फील मी, तेरा भाई तो हार्ड। स्नेहा
അപ്പുറത്തെ കാണാറുണ്ട് ചെക്കൻ്റെ ഗിറ്റാർ വായന കണ്ടു കഴിഞ്ഞ് ചെക്കൻ മാസ്ക് ഇട്ടിട്ട് ക്വാറന്റൈനാ പോലും, എന്നാലും ചെക്കൻ ഗിറ്റാറെല്ലാം വായിക്കുന്നുണ്ട്. ഞാൻ കേട്ട് കുറേ നിന്ന് ഒക്കെ പറയും അങ്ങോട്ടങ്ങ് മാറിക്ക് പെണ്ണുങ്ങളെ. ഒരു ചെറുക്കൻ ബാധിക്കുന്ന കണ്ട് ഓന്റെ സാറാ പോലും എന്നാ ഭംഗിയ കാണേ, എന്റെ കണ്ണങ്ങ് തള്ളിപ്പോയി. ഡാൻസ്, പാട്ട്, ഇൻസ്റ്റയിലെ ലൈവ്, ഫലിപ്പിന്റെ കാന്താരി, മൊഞ്ചത്തിന്റെ മൊഞ്ചന്റെ മൊഞ്ചത്തി. എന്നാ പിന്നെ ഞാനും വിചാരിച്ച എനക്കും വേണ്ട എന്തേലുമൊക്കെ എന്റർടൈൻമെന്റിന് വേണ്ടി ഞാനങ്ങ് നടത്തി. എനിക്ക് യൂട്യൂബിലൊരു ബ്ലോഗ് അങ്ങ് തുടങ്ങി. നോക്കിയപ്പോൾ അവാർഡിന് വിളിച്ചതോ ഞാനും പോയി പാടെല്ലാം വലിച്ചിട്ട്. എന്നിട്ട് കിട്ടിയതോ ഉണക്കമുന്തിരി പോലത്തെ ഒരു പെണ്ണിന് അവാർഡ്. അല്ലേ മിസ് കോളേജ് അവാർഡല്ല എനക്ക് തന്നെ കിട്ടേണ്ടതാ. എന്നിട്ട് കിട്ടിയതായി ഉണക്കമുന്തിരി പോലത്തെ പെണ്ണ്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഉണക്കമുളൻ്റെ അത്രയുള്ള പെണ്ണ്. എന്നിട്ട് ഒക്കെ അവാർഡ് അങ്ങ് കൊടുത്തു. അതൊന്ന് കണ്ടു നോക്കി എന്നൊക്കെ വാങ്ങണ്ടോളെ കാണേ ഞാനെന്താ സുന്ദരിയായിരുന്നു. എന്നിട്ടും കിട്ടിയതൊക്കെ. Good evening, Kochi. Kochi Media presenting Miss Colony Award Night, powered by Charpara Puchupodi, Karvik Gas Cleaner and Park Anti-Mutai. ഞാൻ നിങ്ങളുടെ സ്വന്തം സരസുമ കനിക്കുറി. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആരാണ് അറിയാമേ? വാസുവണ്ണൻ ചാരുമാൻ ആൻഡ് ഭവാനിയമ്മ കുന്നുമാൽ. നമുക്ക് വെൽക്കം ചെയ്യാം ഈ വർഷത്തെ മിസ് കോളനി അവാർഡ് ജേതാവ് ജാനമ്മ ഫെർണാണ്ടസ്. ജാനമ്മ ഫെർണാണ്ടസ്. ആരാണ് ജാനമ്മ ഈ ഫെർണാണ്ടസ്? അത് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നു വരാണ്. ഈ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് എനിക്ക് ആദ്യം അറിയാമായിരുന്നു. Oh my god. എന്റെ ഈ ചർമ്മം കണ്ടാൽ ആരാണ് വീഴാത്തത്? എനിക്ക് ആപ്പിളെ തേർന്നി. ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ, ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക്, ഇത്രയും വലിയ ഇയറിംഗ്സ്, ഇങ്ങനെ കണ്ണെഴുതരുത്, ഇങ്ങനെ നിൽക്കരുത്, ഇങ്ങനെ ഇരിക്കരുത്, അവരോടൊക്കെ പോകാൻ പറയൂ. എന്റെ സൗന്ദര്യം എന്റെ അവകാശം. പുതിയ പിയേഴ്സ്. ഈ അവാർഡ് കിട്ടിയതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഈ അവാർഡ് കിട്ടിയതിന് പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമുണ്ട്. എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ മേക്കപ്പ് ചെയ്ത ശരസമ്മയ്ക്ക് എൻ്റെ പ്രത്യേക താങ്ക്സ്. ഈ അവാർഡിനെ എങ്ങനെയാണ് ജാനമ്മ നോക്കി കാണുന്നത്? ഞാൻ അവാർഡിനെ ഇങ്ങനെ നോക്കി കാണുന്നു. ഫാന്റാസ്റ്റിക്. നമ്മൾ ഈ ജാനമ്മക്ക് നമ്മളിവിടെ
മിസ് കോളനി ചാനമ ഫെർണാണ്ടസിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുന്നു നമ്മുടെ സെലിബ്രിറ്റി മിസ്റ്റർ കോന്തപ്പൻ നായർ. കോന്തപ്പൻ നായർ, എന്താണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? മിസ് കോളനി അവാർഡ് ലഭിച്ച ജാനമ്മയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ജാനമ്മയുടെ മേക്കപ്പ് ചാനൽ വളരെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നത്? അവാർഡ് കൊടുക്കാം. ഇത് കൊക്കാച്ചി മീഡിയ നൽകുന്ന പ്രത്യേക ഗിഫ്റ്റാണ്. ഇത് ജാനമ്മക്ക് താങ്കൾ അയച്ചുകൊള്ളു. അടുത്തതായി കോർബി കാമ്പസ് ക്ലീനർ നൽകുന്ന പ്രത്യേക സമ്മാനം. അടുത്തതായി ചന്ദ്ര ഫിറ്റുപടി നൽകുന്ന പിന്നിടാനുള്ള കൊക്കനട്ട്. മിസ് ജാനറ്റ് നമുക്ക് എല്ലാവർക്കും വളരെ കാര്യം കൊടുക്കാം. എൻ്റെ അമ്മിണി വ്ളോഗ്സ് കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.